ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ ലാലേട്ടന്റെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത കോർട്ടോറോം ഇമോഷണൽ ഡ്രാമ ലോ ബഡ്ജറ്റ് സിനിമ നേരെ തിയേറ്ററുകളിലെ കൃത്യം ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. 7 ദിവസങ്ങൾ പിന്നിട്ട സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് കളക്ഷൻ, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ, കർണാടക കളക്ഷൻ, കൂടാതെ വ്യാഴാഴ്ച ദിവസത്തെ പ്രീസെയിൽ കളക്ഷനായിട്ട് ഇന്നലെ രാത്രി വന്ന ഫിഗേഴ്സ് തുടങ്ങിയ റിപ്പോർട്ടെല്ലാം തന്നെയാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ലാലേട്ടന്റെ നേരിന്റെ ക്രിസ്മസ് അവധി കഴിഞ്ഞുള്ള രണ്ടാമത്തെ വർക്കിംഗ് ദിവസമായിരുന്നല്ലോ ഇന്നലെ ബുധനാഴ്ച ദിവസം. സിനിമയ്ക്ക് 7ാം ദിവസവും ഒരു തരത്തിലും കളക്ഷൻ വലിയ രീതിയിൽ സംഭവിക്കാതെ മികച്ച കളക്ഷൻ, അതും നാം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കളക്ഷൻ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുകയാണ്. ചൊവ്വാഴ്ച ദിവസം 3,50,00,000 മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇന്നലെ 2.5 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ ഉറപ്പാക്കിയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2,90,00,000 ഇന്നലെ 7ാം ദിവസം മാത്രം കേരളത്തിൽ നിന്നും സിനിമ ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. ഇതോടെ സിനിമയുടെ കേരള കളക്ഷൻ 22,37,00,000 7 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെട്ടിരിക്കുകയാണ്. വളരെ മികച്ച തുടക്കം വെറും ഒരാഴ്ച കൊണ്ട് സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുകയാണ്. 10 കോടിയിൽ താഴെ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കേരള കളക്ഷൻ, കേരള ഷെയർ കളക്ഷൻ കൊണ്ട് തന്നെ നിർമ്മാതാവിന് ലാഭം നേടിക്കൊടുത്തുവെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് പുറത്തുവരുന്നത്. അപ്പോൾ സിനിമയുടെ OTT സാറ്റലൈറ്റ് ബിസിനസ്, വിദേശ രാജ്യത്ത് നിന്നുള്ള സിനിമയുടെ കളക്ഷൻ എല്ലാം കൂടി ചേർക്കുമ്പോൾ വമ്പൻ ലാഭം ആശീർവാദ് സിനിമാസ് നേടുമെന്ന് ഇപ്പോഴത്തെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 2,75,00,000 സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ, അതായത് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ 2,75,00,000 1,22,00,000 രൂപയും കർണാടകത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നതാണ്. സിനിമ നേടിയെടുത്തിരിക്കുന്നതാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. അപ്പോൾ കർണാടകത്തിൽ സിനിമ വൻ തരംഗമായി ഓടുന്നുവെന്ന് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നു. വേൾഡ് വൈഡ് കൃത്യമായി അപ്ഡേറ്റഡ് കളക്ഷൻ റിപ്പോർട്ട് ഇനിയും പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും 7 ദിവസങ്ങൾ കൊണ്ട് പ്രതീക്ഷിച്ച പോലെ 43 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ എത്തിയിരിക്കുകയാണ്. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 43,50,00,000 രൂപയാണ് 7 ദിവസത്തെ സിനിമയുടെ കളക്ഷൻ. ഒരു പക്ഷേ കൃത്യമായി അപ്ഡേറ്റഡ് കളക്ഷൻ വരുമ്പോൾ ഇതിൽ ചെറിയൊരു മാറ്റമെല്ലാം തന്നെ ഫിഗേഴ്സിൽ സംഭവിക്കാം. എന്തായാലും 43 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് പുറത്തു വന്ന കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം സലാർ എന്ന സിനിമ ഒരാഴ്ച തിയേറ്ററുകളിൽ പിന്നിട്ടതോടെ സിനിമയുടെ കേരളത്തിലെ സ്ക്രീനുകൾ സലാറിൻ്റെതായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ആ സ്ക്രീനുകളെല്ലാം തന്നെ നേര് എന്ന സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ ഇന്നത്തെ വ്യാഴാഴ്ച ദിവസത്തെ പ്രീസെയിൽ കണക്കുകളായിട്ട് ഇന്നലെ അർദ്ധരാത്രിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ 80 ലക്ഷത്തിൽ പരം ഗ്രോസ് കളക്ഷനാണ് വ്യാഴാഴ്ച പ്രീസെയിൽ കളക്ഷനായിട്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നും കേരള ബോക്സ് ഓഫീസിൽ 1 കോടിയല്ല, 1.5 കോടിയല്ല, 2 കോടിക്ക് മുകളിലെല്ലാം തന്നെ കളക്ഷൻ ഇന്നും പ്രതീക്ഷിക്കാം. അത് വളരെ മികച്ച കളക്ഷൻ എന്ന് ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ നേരെ എന്ന സിനിമയുടെ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.